അസിഡിറ്റി ആസിഡ് കൂടുന്നതാണോ കുറയുന്നതാണോ? വിരോധാഭാസം എന്ന് പറയട്ടെ. അസിഡിറ്റി എന്ന് പറയുന്നത് ഭൂരിഭാഗം സന്ദർഭങ്ങളിലും നമ്മളുടെ ദഹനവ്യൂഹത്തിലെ ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറയുന്നതാണ്. നല്ല ദഹനശേഷിയുള്ള ഒരു വ്യക്തിയുടെ ആമാശയത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനോടനുബന്ധിച്ച് ഏകദേശം ഒരു 50 മുതൽ 100 മില്ലിയോളം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവശ്യമാണ്. ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് ഈ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഭൂരിഭാഗം സന്ദർഭങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കുറയുന്നു. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോക്ലോർഹൈഡ്രിയ. ഈ ഹൈപ്പോക്ലോർഹൈഡ്രിയ നിരന്തരമായിട്ടുണ്ടായെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിലെ ദഹനക്ഷമത കുറയുന്നു, ഡൈജസ്റ്റിബിലിറ്റി കുറയുന്നു. ഇതുമൂലമാണ് പല ആമാശയ സംബന്ധമായ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നെഞ്ചരിച്ചിൽ, ബ്ലോട്ടിംഗ്, ബർപ്പിംഗ്, അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഫുഡ് സെൻസിറ്റിവിറ്റി, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ബവൽ മൂവ്മെൻറ്റുകൾ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ ഇഷ്യൂ ലോ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതായത് പ്രധാനമായും നമ്മളിന്ന് പൊതുവെ ആസിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹൈ ആസിഡ്, ഇറ്റ് ഈസ് ആസിഡ് ഇൻ ദ റോങ് പ്ലേസ്. അതായത് സ്റ്റൊമക്കിൽ നിൽക്കേണ്ട ആസിഡ് ഈസോഫാഗസിലോട്ട് ട്രസ്പാസ് ചെയ്ത് കയറുന്നതിനെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് പ്രധാനമായിട്ടുണ്ടാവും? ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഒരു ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. നമ്മളുടെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസാണ്. നമ്മുടെ ബ്രെയിൻ അതർവൈസ് എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് സമ്മർദ്ദം മൂലമോ ഓവർ തിങ്കിങ് മൂലമോ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ സിഗ്നലിംഗ് സിസ്റ്റം വീക്ക് ആവുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അതുമൂലം പുവർ ഡൈജഷൻ ഉണ്ടാകുന്നു. ഈ പുവർ ഡൈജഷൻ ലീഡ്സ് ടു ഓൾ ദീസ് കൈൻഡ് ഓഫ് ചേഞ്ചസ്. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഫുഡ് സെൻസിറ്റിവിറ്റിയാണ്. ചിലരുടെ ആമാശയത്തിൽ ചില ഭക്ഷണങ്ങളോട് സെൻസിറ്റിവിറ്റി ഉണ്ടാകും. ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ, അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ്, അല്ലെങ്കിൽ അതുപോലത്തെ സിട്രസ് ഫ്രൂട്ട്സുകൾ. ഫുഡ് സെൻസിറ്റിവിറ്റി വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു റീസണാണ്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡുകളും ജങ്ക് ഫുഡുകളും കഴിക്കുക, അതിലടങ്ങിയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽസ്. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ, പലപ്പോഴും ഇതിൻ്റെ കാരണക്കാരനാവുന്നതും ഇത് മൂലമുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് എച്ച് പൈലോറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസമയത്തുള്ള ഭക്ഷണം കഴിക്കുക, ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുക, ഭക്ഷണം നേരാവുന്ന രീതിയിൽ ചവച്ചരച്ച് കഴിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാരണങ്ങളാവും. എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ റീസൺസ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെ വേഗത്തിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് അസിഡിറ്റി അഥവാ ഹൈപ്പോക്ലോർഹൈഡ്രിയ.